ഹെർണിയ, അബ്ഡോമിനൽ സെപ്പറേഷൻ, അതേപോലെ തന്നെ യൂട്രസ് പ്രോലാപ്സ്, യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ ഇന്ന് പ്രസവം കഴിഞ്ഞ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. HIIT വർക്കൗട്ട്സ്, ജമ്പിങ്, റണ്ണിങ് പോലെയുള്ള ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ പ്രോഗ്രാമുകൾ ഒരു കാരണവശാലും ചെയ്യരുത്. 2, അപ്പർ ആൻഡ് ലോവർ ആപ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ക്രഞ്ചിങ് വർക്കൗട്ട്സുകൾ, അതായത് വയറൊക്കെ കുറയാൻ വേണ്ടി ചെയ്യുന്ന ബെല്ലി വർക്കൗട്ട്സുകൾ. ബെൽറ്റ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ നിൽക്കുമ്പോൾ എക്സസൈസിന് വേണ്ടി ഉപയോഗിക്കുന്ന പാൻറ്, വീതിയുള്ള ബാൻഡുകളുള്ള പാൻറ്റുകൾ ധരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ബാൻഡുള്ള പാൻറ്റുകൾ അംബിലിക്കൽ ഹെർണിയ വീഡിയോ പാർട്ട് 3 ആണിത്. അംബിലിക്കൽ ഹെർണിയ ഉള്ളവർക്ക് വ്യായാമത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പൊക്കിൾ ഹെർണിയ ഉള്ളവർ വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്തരത്തിലുള്ള വ്യായാമമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ളവർ ചെയ്യേണ്ടത്, എത്തരത്തിലുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. അംബിലിക്കൽ ഹെർണിയയ്ക്ക് മാത്രമല്ല ഏത് തരത്തിലുള്ള ഹെർണിയയ്ക്കും വ്യായാമമാണ് ഒരു പെർമനൻ്റ് സൊല്യൂഷൻ. അതായത് ഹെർണിയ ഉള്ളവർ നിർബന്ധമായും വ്യായാമം ചെയ്യുക തന്നെ വേണം. പലർക്കും ഒരു സംശയമുണ്ട്, ഹെർണിയ ഉള്ളവർക്ക് വ്യായാമം ചെയ്യാൻ പാടുമോ? പിന്നെ ചിലർക്കൊരു ധാരണയുള്ളത് ഹെർണിയയ്ക്ക് സർജറി അല്ലാതെ മറ്റൊരു പരിഹാരമില്ല എന്നൊക്കെയാണ്. ഹെർണിയ ഉള്ളവർ നിർബന്ധമായിട്ടും വ്യായാമം ചെയ്യണം. വ്യായാമം തന്നെയാണ് ഒരു ശാശ്വതമായ പരിഹാരം. ഹെർണിയ ഉള്ളവർ ചെയ്യാൻ പാടില്ലാത്ത വ്യായാമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പറയുന്ന വ്യായാമങ്ങൾ ഹെർണിയ ഉള്ളവർ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. 1, HIIT വർക്കൗട്ട്സ്, ജമ്പിങ്, റണ്ണിങ് പോലെയുള്ള ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ പ്രോഗ്രാമുകൾ ഒരു കാരണവശാലും ചെയ്യരുത്. 2, അപ്പർ ആൻഡ് ലോവർ ആപ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ക്രഞ്ചിങ് വർക്കൗട്ട്സുകൾ, അതായത് വയറൊക്കെ കുറയാൻ വേണ്ടി ചെയ്യുന്ന ബെല്ലി വർക്കൗട്ട്സുകൾ. അത്തരത്തിൽ വയറിന് സമ്മർദ്ദം വരുന്ന രീതിയിലുള്ള ക്രഞ്ചിങ് വർക്കൗട്ടുകൾ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. 3, വെയ്റ്റ് ലിഫ്റ്റിംഗ്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആപ്സിന് പ്രഷർ വരുന്ന രീതിയിലുള്ള വർക്കൗട്ട്സുകൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടുകയില്ല. ഇത് ഹെർണിയയുടെ അവസ്ഥ വളരെയധികം തീവ്രമാക്കും. ഹെർണിയയുടെ അവസ്ഥ തീവ്രമായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സർജറി തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സർജറിയും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പെർമനൻ്റ് സൊല്യൂഷൻ അല്ല. സർജറിക്ക് അതിൻ്റേതായ പലതരത്തിലുള്ള റിസ്കുകളുണ്ട്, കോംപ്ലിക്കേഷൻസുകളുണ്ട്. ഇനി എത്തരത്തിലുള്ള വ്യായാമങ്ങളാണ് ഹെർണിയ ഉള്ളവർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. പലർക്കും ഒരുപാട് തരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഹെർണിയ ഉള്ളവർക്ക് ഏത് തരത്തിലുള്ള വ്യായാമമാണ് ചെയ്യേണ്ടത്? ഇപ്പം നേരത്തെ പറഞ്ഞ വ്യായാമങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ എത്തരത്തിലുള്ള വ്യായാമമാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംശയം എല്ലാവരിലും വരാം. ഹെർണിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള വ്യായാമങ്ങളുണ്ട്. അത്തരത്തിലുള്ള വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത്. ഇത് ഒരു വീഡിയോ കണ്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഹെൽത്ത് കോച്ചിൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്ട്രക്ടറിൻ്റെ അണ്ടറിൽ ചെയ്യുക എന്നതാണ് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുവാനായിട്ട് ഹെർണിയ ഉള്ളവർ ചെയ്യേണ്ടത്. ഹെർണിയയ്ക്ക് വേണ്ടിയുള്ള വ്യായാമങ്ങൾ നൽകുമ്പോൾ പലരുടെ ഹെൽത്ത് കണ്ടീഷൻസ്, ഹെർണിയയുടെ സ്റ്റേജ് എന്നിവയൊക്കെ നോക്കി വ്യക്തമായി വിലയിരുത്തിയതിന് ശേഷമാണ് അതിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട്സുകൾ കൊടുക്കുന്നത്. അപ്പം ആ വർക്കൗട്ടുകൾ എല്ലാവർക്കും ചിലപ്പോൾ കോമൺ ആകണമെന്നില്ല. ഹെർണിയ ഉള്ളവർക്ക് തന്നെ മറ്റ് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പലതരത്തിലുള്ള സർജറീസ് കഴിഞ്ഞവരാകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഓരോ വ്യക്തികൾക്കും എന്താണ് അവരുടെ യഥാർത്ഥ പ്രശ്നമെന്ന് മനസ്സിലാക്കി കണ്ടെത്തി ഏത് തരത്തിലുള്ള ഹെർണിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുമ്പോഴാണ് ഓരോ വ്യക്തികൾക്കും റിസൾട്ട് കിട്ടുന്നത്. ഹെർണിയ കുറയുവാൻ വേണ്ടി വ്യായാമം ചെയ്യുകയാണെങ്കിൽ എത്ര നാൾ കൊണ്ട് റിസൾട്ട് കിട്ടും? ഇത് പലരും പലപ്പോഴും പല തവണകളായി എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹെർണിയയ്ക്ക് വ്യായാമം ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയില്ല. അതായത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ ഒന്നും ഹെർണിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വ്യായാമം ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുകയില്ല. ഓരോരുത്തർക്കും റിസൾട്ട് കിട്ടുന്നത് വരെ ക്ഷമയോട് കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നതാണ്. അത് ചിലപ്പോൾ 1 വർഷമാകാം, 1.5 വർഷമാകാം, 2 വർഷമാകാം. ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ച് ഓരോ വ്യക്തികൾക്കും റിസൾട്ട് കിട്ടുന്ന കാലഘട്ടം വരെ കൃത്യമായിട്ടും ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. കൃത്യമായിട്ടൊരു പീരീഡ് അതിന് നിർദ്ദേശിക്കുവാൻ സാധിക്കുകയില്ല. സർജറിയും വ്യായാമവും തമ്മിൽ വരുന്നൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ സമയദൈർഘ്യം തന്നെയാണ്. ആൾക്കാർക്ക് ദീർഘകാല ക്ഷമയോടുകൂടി വ്യായാമം ചെയ്യുവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് പലരും തേടാറ്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോകുന്നു, സർജറി കഴിയുന്നു, അതോടെ ഹെർണിയയ്ക്ക് ഒരു ശാശ്വത പരിഹാരമാണെന്ന് പലരും ധരിക്കുന്നു. എന്നാൽ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ ദിവസവും 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് മാറ്റിവെക്കുകയും ദീർഘകാലം ക്ഷമയോട് കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യുകയും വേണം. എന്നാൽ ഇങ്ങനെ നേടിയെടുക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെർമനൻ്റ് സൊല്യൂഷനാണ്. കൂടാതെ വ്യായാമം ഓവറോൾ ഹെൽത്തിന് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അതിനാൽ വ്യായാമം ചെയ്യുന്നതോടൊപ്പം നല്ല ആരോഗ്യവും കൂടി ലഭിക്കുന്നതാണ്.
ഇനി ഹെർണിയുള്ളവർ വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാൻഡിങ് വർക്കൗട്ട്സുകൾ ചെയ്യുമ്പോൾ, അതായത് ടോട്ടൽ ബോഡി ലോ ഇമ്പാക്റ്റ് കാർഡിയോ, എയറോബിക്സ്, സുംബ ഇതൊക്കെ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ബെൽറ്റ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ നിൽക്കുമ്പോൾ എക്സസൈസിന് വേണ്ടി ഉപയോഗിക്കുന്ന പാൻറ് വീതിയുള്ള ബാൻഡുകളുള്ള പാൻറ്റുകൾ ധരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ബാൻഡുള്ള പാൻറ്റുകൾ ലോവർ അബ്ഡമൻ്റെ ഏരിയയിലേക്ക് നല്ലൊരു സപ്പോർട്ട് നൽകുന്നതാണ്. സ്റ്റാൻഡിങ് വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ വയറിനുണ്ടാകുന്ന മൂവ്മെൻറ്റുകളെ കൺട്രോൾ ചെയ്യുവാനും ഇത്തരത്തിലുള്ള പാൻറ്റുകൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വ്യായാമം ചെയ്യുമ്പോൾ ഹെർണിയയുടെ അവസ്ഥ വ്യക്തമായിട്ട് ഒബ്സർവ് ചെയ്യുക. ഓരോ ദിവസവും അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് വേണം അതിനു വേണ്ടിയിട്ടുള്ള വ്യായാമം ചെയ്യുവാനായിട്ട്. ഹെർണിയയ്ക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് വീഡിയോകൾ പലരും ചോദിച്ചിരുന്നു. ഇവിടെ ബേസിക്കായിട്ട് ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് 4 മാസമാണ്. അതായത് ഹെർണിയുള്ള ഒരു വ്യക്തിക്ക് മിനിമം ഡ്യൂറേഷൻ ക്ലാസ്സിൻ്റെ ഇവിടെ 4 മാസമാണ് നൽകുന്നത്. അപ്പോൾ ഈ 4 മാസം വരെയുള്ള കാര്യങ്ങൾ എല്ലാം കൃത്യമായിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു ഹെർണിയുള്ള ഒരു പേഴ്സണ് ഹെർണിയ മാത്രമായിരിക്കില്ല, ഓരോരുത്തരുടെയും ആരോഗ്യം വളരെയധികം വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ വ്യക്തികളുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെല്ലാം കൂടെ വേണ്ടിയിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടൊരു സൊല്യൂഷനാണ് കൊടുക്കുന്നത്. ഹെർണിയയ്ക്ക് വ്യായാമം ഒരു പെർമനൻറ്റ് സൊല്യൂഷനാണ്. പക്ഷേ വ്യായാമം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഹെർണിയെ വഷളാക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവസ്ഥ വഷളാവുകയും അത് സർജറിയിലേക്ക് പോവുകയും ചെയ്യും. ഹെർണിയ, അബ്ഡോമിനൽ സെപ്പറേഷൻ, അതേപോലെ തന്നെ യൂട്രസ് പ്രോലാപ്സ്, യൂറിനറി ഇൻകോണ്ടിനൻസ് എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ ഇന്ന് പ്രസവം കഴിഞ്ഞ് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നുണ്ട്. ഇത്തരക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 15 ദിവസത്തെ ക്ലാസ് നടത്തുന്നുണ്ട്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ്. ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടതിന് ശേഷം കോൺടാക്റ്റ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ച് അന്വേഷിച്ച പലരും ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അത്തരക്കാർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് തന്നെ. ആ 15 ദിവസത്തെ ക്ലാസ്സിൽ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അതുപോലെ ഹെർണിയയ്ക്ക് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ക്ലാസ് പോകുന്നത്. ഹെർണിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സർജറി കഴിഞ്ഞവർക്കും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ലോ ഇമ്പാക്റ്റ് കാർഡിയോ സ്റ്റാൻഡിങ് വർക്കൗട്ട്സുകളാണ് കാണിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ സിമ്പിളായിട്ടുള്ള വാമപ്പ് ചെയ്തു. അതിനുശേഷം കുറച്ച് വർക്കൗട്ട് മൂവ്മെൻറ്റുകൾ എടുത്തു. കൂൾ ഡൗൺ സെറ്റ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, കാരണം കുഞ്ഞുങ്ങൾ വളരെയധികം വാശിയും കരച്ചിലും ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൂൾ ഡൗണിൻ്റെ സെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. വർക്കൗട്ടിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് കാണണേ.